എന്താ മുത്തു ഇങ്ങനെ ആലോചിച്ച് നടക്കണത്? എന്നടാ ഞാനേ പണിക്ക് പോവാത്ത ടൈമില് എനിക്ക് കട 2000 റുപ്യ, പണിക്ക് പോയപ്പോ അത് 2 ലക്ഷം റുപ്യ. എങ്ങനെ ഇത് കൂടുന്നത്? അല്ലെങ്കിലേ പണി ഒരു വിഷയം തന്നെയാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോകാനൊന്നും ഭയങ്കര മടി, ഇപ്പൊ പണിക്ക് പോകാനാടാ ഭയങ്കര മടി. എന്തായാലേ കാലം പോയൊരു പോക്ക്. ആ അത് പറഞ്ഞപ്പോഴാണ് ന്യൂ ഇയർ ആയല്ലേ. നാളെ ന്യൂ ഇയർ അല്ലേ? ഇങ്ങനെ നിന്നാ പോരാ, അടുത്ത കൊല്ലെങ്കിലും ഒന്ന് നന്നാവണം. ശരി. ആ ഞാനും കുറച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇനി എന്നും നേരത്തെ കടന്നുറങ്ങണം, എന്നിട്ട് നേരത്തെ എണീക്കുക. പുലർച്ചെ എണീറ്റിട്ടേ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങുക, പിന്നെ ജിമ്മിൽ പോവുക, പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് എപ്പോഴും ഒഴിവാക്കണം. പിന്നെ ഈ ഫോണുമ്മ തോണ്ടിയിരിക്കലുണ്ടല്ലോ, അത് എന്തായാലും ഒഴിവാക്കണം. അതൊക്കെ എന്ന് ഒഴിവാക്കണം. അതൊക്കെ ഈ തീരുമാനിച്ച് കഴിഞ്ഞാലെടുത്തിട്ടുണ്ടെങ്കിൽ ഇജിപ്പോ ഇത് നന്നായിരുന്നില്ല ഈ കൊല്ലാകുമ്പോഴേക്കിന്. കഴിഞ്ഞ കൊല്ലം ഞാൻ അത് എടുത്തിരുന്നല്ലോ. കഴിഞ്ഞ കൊല്ലം എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. ഈ 2 കൊല്ലായിട്ട് സെയിം ആണ് എന്റെ. 2 കൊല്ലല്ലടാ, എന്റെ 8 കൊല്ലായിട്ട് ഇതാണ്. ഇതിനായിട്ട് നിക്കപ്പോ 8 കൊല്ലം മുമ്പാണ് എനിക്ക് ഈ സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടിയത്. പിന്നെ എന്റെ ഒരു തീരുമാനങ്ങളും നടന്നിട്ടില്ല.